ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ ബനാന റോൾ. എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണേ. തൊലി കളഞ്ഞ പഴത്തിനെ പഴംപൊരിക്ക് മുറിക്കേണ്ടതുപോലെയല്ല മുറിക്കേണ്ടത്. ഇതുപോലെ മുറിച്ചതിന് ശേഷം 3 നീളത്തിൽ കട്ട് ചെയ്യാം. എല്ലാ പീസും നമുക്ക് ഇതുപോലെയൊന്ന് കട്ട് ചെയ്തെടുക്കാം. പഴം ഇഷ്ടമല്ലാത്ത കുട്ടികൾക്ക് വളരെ രുചികരമായി കുക്ക് ചെയ്ത് കൊടുക്കാവുന്ന ഒരു സ്നാക്കാണ് നമ്മുടെ ഈ ബനാന റോൾസ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. വൈകുന്നേരങ്ങളിൽ ചായയുടെ കൂടെ ഉണ്ടാക്കാവുന്ന ഒരു അടിപൊളി സ്നാക്കാണ്. ഗസ്റ്റൊക്കെ വന്നാൽ നിമിഷ നേരം കൊണ്ട് തയ്യാറാക്കി സെർവ് ചെയ്യാം. അടുത്തതായി ബൗളിൽ 1 ഗ്ലാസ് മൈദയും ക്രിസ്പിനെസ്സിന് വേണ്ടി 1 സ്പൂൺ കോൺഫ്ലവറും 4 സ്പൂൺ പഞ്ചസാരയും 1/4 സ്പൂൺ ഏലക്ക പൊടിച്ചതും 1 നുൾ ബേക്കിംഗ് സോഡയും ചേർത്ത് കുറച്ചേ വെള്ളം ഒഴിച്ച് മിക്സ് ആക്കാം. കോൺഫ്ലവർ ഇല്ലെങ്കിൽ അരിപ്പൊടി ചേർത്തായാലും നമുക്ക് തയ്യാറാക്കാവുന്നതാണ്. ഈ ഒരു കൺസിസ്റ്റൻസിയിൽ നമുക്ക് ബാറ്റർ റെഡിയാക്കി എടുക്കാം. നെക്സ്റ്റ് കട്ട് ചെയ്ത പീസ് ഓരോന്നായി എടുത്ത് ബാറ്ററിൽ കോട്ട് ചെയ്ത് ബ്രെഡ് ക്രംസിൽ റോൾ ചെയ്തെടുക്കാം. നമ്മുടെ വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ പ്ലീസ് ഒന്ന് ലൈക്ക്, ഷെയർ, കമൻറ്റ് ആൻഡ് സബ്സ്ക്രൈബ്. ഫീഡ്ബാക്ക്സ് കമൻറ്റ് ബോക്സിൽ അറിയിക്കണം. നമ്മുടെ ചാനലിനെ സപ്പോർട്ടും ചെയ്യണം. ഇതുപോലെ എല്ലാ പീസും നമുക്കൊന്ന് റോൾ ചെയ്തെടുക്കാം. അടുത്തതായി പാൻ വെച്ച് എണ്ണ ചൂടായതിന് ശേഷം റോൾ ചെയ്ത പീസ് ഓരോന്നായി ഇടാം. സ്ലിമ്മിലിട്ട് വേണം ഫ്രൈ ചെയ്യാൻ, ഇല്ലെങ്കിൽ കരിയാൻ ചാൻസ് ഉണ്ടേ. കണ്ടാൽ ചിക്കൻ റോൾ പോലെയൊക്കെ തോന്നും, പക്ഷേ അല്ല, ഇതൊരു ടേസ്റ്റി ബനാന റോളാണ്. ഇതുപോലെ നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇതാ നമ്മുടെ ക്രിസ്പി ബനാന റോൾസ് റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് ഫീഡ്ബാക്ക്സ് അറിയിക്കണം. പുതിയൊരു റെസിപ്പിയായി ഞാൻ വീണ്ടും വരുന്നവരേക്കും ടിൽ ദെൻ സ്റ്റേ ഹെൽത്തി, സ്റ്റേ ഹാപ്പി, സ്റ്റേ സേഫ്. ബൈ.